യാഥാർത്ഥ്യത്തിലേക്ക് കടന്നത് 2011 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിലാണ്. അന്ന് നമ്മളൊക്കെ തന്നെ ഈ ഹൈവേ കാസർഗോഡ് ഇനി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് കാസർഗോഡ് ജില്ലയുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി അന്നത്തെ KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല നടത്തിയ സ്നേഹ സന്ദേശ യാത്രയിൽ കൂടെ ജനങ്ങളിൽ നിന്ന് എഴുതി വാങ്ങിയ നിവേദനങ്ങളെ പ്രഭാകരൻ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സാറ് പഠിക്കുകയും അങ്ങനെ കാസർഗോഡ് പാക്കേജ് പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി. ആ കാസർഗോഡ് പാക്കേജിന്റെ തുക വകയിരുത്തിക്കൊണ്ട് നന്ദാറപ്പറവിൽ നിന്നും ചെറുപുഴയിൽ നിന്നും മലയോര ഹൈവേയുടെ നിർമ്മാണം ആരംഭിച്ചതായിട്ട് നിങ്ങൾക്ക് നമുക്കൊക്കെ അറിയാം. അതിന്റെ DPR തയ്യാറാക്കുന്ന ബാക്കി സ്ഥലത്തെ പണികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള DPR തയ്യാറാക്കുന്ന സമയത്താണ് ഗവൺമെന്റ് മാറി LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. LDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണം നടന്നുവെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലയിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം മരുതോം കാറ്റാങ്കവറി രണ്ട് പ്രദേശങ്ങളിലെ വനഭൂമിയിൽ കൂടിയുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കാതെ കൊണ്ട് ഈ മലയോര ഹൈവേയുടെ പ്രയോജനം നമുക്കില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ആ രണ്ട് വനഭൂമിയിലെ പ്രദേശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കാലഘട്ടത്തിൽ DPR പൂർത്തിയാക്കിയത്. അപ്പൊ നമ്മൾ ഷർട്ടിട്ടിട്ട് മുണ്ടുടുക്കാത്ത സ്ഥിതിയിലാണ് ഹൈവേയുടെ നിർമ്മാണം ഈ ജില്ലയിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വനഭൂമിയിലെ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അവിടെ നിർമ്മാണം നടത്തണമെന്ന് നിരവധി പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെടുകയും മരുതോം ഫോറസ്റ്റ് ഓഫീസിന് മുമ്പില്, കാസർഗോഡ് DFO ഓഫീസിന് മുമ്പില്, കാഞ്ഞങ്ങാട് കിഫ്ബി ഓഫീസിന് മുമ്പില്, അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ഉപവാസ സമരം മാറോണ്ട് അവരിലും ഒക്കെ നമ്മൾ നടത്തി